എരുത്താവൂരുള്ള മഹാകാളിക ധർമ്മസ്ഥലയിലാണ് ഇപ്പോൾ കർമാനൂസ് ഉള്ളത്. മഹാകാളിക ധർമ്മസ്ഥലയുടെ പ്രതിഷ്ഠാ ദിനത്തിൽ കർമാനൂസ് പ്രേക്ഷകരുമായി ഞങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. ഇന്ന് പ്രതിഷ്ഠാ വാർഷികമാണ്. പ്രതിഷ്ഠാ വാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ ഉത്സവമുണ്ട്. ഉത്സവം നടക്കുകയാണ്. കലശപൂജ, അതുപോലെ ഒരു ദിവസത്തെ ഉത്സവമാണുള്ളത്. ഇന്ന് അമാവാസിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാവാസി നാളുകളിൽ മാത്രം തുറന്ന് പൂജ നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെയാണ് ഇവിടെ. ഈ ക്ഷേത്രത്തിൻ്റെ മറുവശം കൃഷിയിടങ്ങളാണ്, വയലുകൾ നികത്തിയുള്ള കൃഷിയിടങ്ങളാണെന്നാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അത് തന്നെയല്ല, നാലുപാടും നിറയെ വൃക്ഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വനമധ്യത്തിലുള്ളൊരു ക്ഷേത്രം പോലെയാണ് നമുക്ക് പലപ്പോഴും ഇവിടെ വരുമ്പോൾ തോന്നാറുള്ളത്. അമാവാസി ദിവസത്തിലെ ഇവിടുത്തെ പൂജ വളരെ വിശേഷമാണ്. എന്തായാലും ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങളാണ് കർമാനൂസ് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആചാര്യ ട്രസ്റ്റി ശ്രീ ആനന്ദ് നായരാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഈ കാണുന്ന ഈ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രയത്നം തന്നെയാണുള്ളത്. എന്തായാലും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വാർഷികം ആഘോഷിക്കുമ്പോൾ അങ്ങയുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്? ഞാൻ ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം തോന്നുന്നത് നമ്മൾ ഭക്തജനങ്ങളുടെ ഒരു നിറഞ്ഞ ഒരു മനസ്സ്. ഓരോ ദിവസം കഴിയും തോറും മഹാകാളിക ധർമ്മസ്ഥലയിൽ, ഈ മഹത്തായ ധർമ്മസ്ഥലയിൽ ദേവിയുടെ പ്രശസ്തി, ചൈതന്യവും പ്രശസ്തിയും വളരെയധികം. ഇവിടെ വരുന്നവർ നമ്മൾ കണ്ടിട്ടില്ലാത്ത ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്ന് ദേവിയുടെ അനുഗ്രഹം വാങ്ങി ദേവിക്ക് അഗ്നി സമർപ്പിച്ച്, നിങ്ങൾ ഈ കാണുന്നതെല്ലാം നിവേദ്യ സമർപ്പണങ്ങളാണ്. ദേവിക്ക് നിവേദ്യം സമർപ്പിച്ച് അഭിഷേകം നൽകി അവരുടെ എല്ലാവരുടെയും സർവ്വ ദുഃഖങ്ങളെയും ദേവി അകറ്റുന്നു എന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു മഹത്തായ ഒരു സന്തോഷം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ക്ഷേത്രം, ഒരു പ്രദേശം, അവിടെ അതിനെ ഒരു പുനരുദ്ധാരണം കൊടുത്ത് അതിനെ വീണ്ടും ജനങ്ങൾക്കിടയിൽ, ഇവിടുത്തെ ഭക്തർക്കിടയിൽ ഒരു വികാരമാക്കി മാറ്റാൻ അങ്ങേക്ക് സാധിച്ചു. അങ്ങയുടെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ നിയോഗമായി ഇതിനെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ജീവിതത്തിൽ ഏറ്റവും വലിയ നിയോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ ദേവി, ആ ദേവിയുടെ ചൈതന്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നിയോഗമെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് മാത്രമല്ല, ഞാൻ ആ ഒരു മഹത്തായ സത്യത്തെ ഉൾക്കൊള്ളുന്നു. തികഞ്ഞ ഭക്തനാണ്. അപ്പോൾ മഹാകാളിക ധർമ്മസ്ഥലയിൽ ഇനി എന്തൊക്കെയാണ് ഭക്തർക്ക് വേണ്ടി ചെയ്യാനായി അങ്ങയുടെ മനസ്സിലുള്ളത്? മഹാകാളിക ധർമ്മസ്ഥലയിൽ ഇവിടെ ഭക്തനും ഭഗവതിയും തമ്മിൽ അന്തരമില്ല. ഇവിടെ ദേവിക്ക് അഭിഷേകം, അന്നം, അഗ്നി, ഇത് മൂന്നുമാണ് ദേവിക്ക് സമർപ്പണം ചെയ്യേണ്ടത്. ഇവിടെ ഭക്തനും ഭഗവതിയും തമ്മിൽ അന്തരമില്ല. അങ്ങ് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, മതിൽക്കെട്ടുകളുടെ ബന്ധനമില്ലാതെയാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ദേവിയോട് പറഞ്ഞ് നമ്മുടെ ആ ഒരു ദുഃഖ ദുരിതങ്ങൾക്ക് ശമനം സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ വരുന്നവർ ഓരോരുത്തരും വന്ന് ദേവിയോട് അവരുടെ കുടുംബകാര്യങ്ങൾ പറയുന്നത് പോലെയാണ്, കുടുംബത്തിലെ ആരോ ഒരാളിനോട് പറയുന്ന പോലെയാണ് ദേവിയോട് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. അതുതന്നെയാണ് ഏറ്റവും മഹത്തായ ഒരു അനുഭവമായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കണക്കാക്കും. യാഗഭൂമികളിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശ്രീ ആനന്ദ്ജിയെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന ഈ നിയോഗം വളരെ മനോഹരമായി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു.